ജീവിതത്തിൽ നിരാശ പൂണ്ട ഒരാൾ ഖുർആനിലൂടെ റബ്ബിനോട് സംസാരിക്കാൻ തുടങ്ങി. അയാൾ റബ്ബിനോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്. റബ്ബ് മറുപടി പറഞ്ഞു, അല്ല, ഞാൻ കൂടെയുണ്ടല്ലോ. ഖുർആനിൽ നീ കണ്ടില്ലേ, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന്. അയാൾ പറഞ്ഞു, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ലല്ലോ. റബ്ബ് പറഞ്ഞു, ഞാൻ ഒരു നിമിഷം പോലും നിന്നെ മറക്കാറില്ല. നീ ഓതിയില്ലേ, താങ്കളുടെ രക്ഷിതാവ് മറക്കുന്നവനായിട്ടില്ല എന്ന്. അയാൾ പറഞ്ഞു, പല സമയത്തും ഞാൻ ഒറ്റപ്പെട്ടു പോവാറുണ്ട്. നാഥൻ പറഞ്ഞു, എന്നെ ഓർക്കുന്നവൻ്റെ സമീപത്ത് ഞാൻ ഉണ്ടാകാറുണ്ട്. എന്നെ നീ ഓർക്കുന്ന നിമിഷമെല്ലാം ഞാൻ നിന്നെയും ഓർക്കുന്ന നിമിഷം തന്നെയാ. അയാൾ പറഞ്ഞു, എന്നെ ഒരു നിമിഷം പോലും മറക്കാത്ത നിന്നിലേക്ക് എനിക്ക് വരണം. പക്ഷേ പാപിയായ എന്നെ നീ സ്വീകരിക്കുമോ? റബ്ബ് ഖുർആനിലൂടെ പറഞ്ഞു, പാപം പൊറുക്കലാണ് എനിക്കിഷ്ടം. നീ പാപം ചെയ്ത നിമിഷത്തിന് ശേഷവും ഞാൻ ധാരാളമായി പാപം പൊറുക്കുന്നവൻ തന്നെയാണ്. അയാൾ പറഞ്ഞു, നാഥ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ആകാശവിശാലമാണ്. നാഥൻ മറുപടി നൽകി, നീ ചെയ്ത പാപങ്ങൾ ആകാശം സ്പർശിക്കാൻ മാത്രമുണ്ടെങ്കിലും ഇനി ആ തിന്മയിലേക്കില്ലെന്ന് നീ മാപ്പിനെ തേടിയാൽ അതിനേക്കാൾ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് ഞാൻ നിന്നെ സമീപിക്കും. അയാൾ പറഞ്ഞു, നാഥ, നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റു പോവുകയാണല്ലോ. ഞാൻ നല്ലവനാകാൻ ശ്രമിച്ചാൽ നീ എന്നെ സ്വീകരിക്കുമോ? അള്ളാഹു പറഞ്ഞു, നീ പാപമോചനം തേടുകയും സൽക്കർമ്മങ്ങളിൽ സജീവമാകുകയും ചെയ്താൽ ഞാൻ നിന്റെ തിന്മകളെ നീക്കം ചെയ്യും. എത്ര പാപങ്ങൾ നിനക്കുണ്ടായിരുന്നെങ്കിലും അത്ര തന്നെ നന്മ നീ ചെയ്തു എന്ന് നിന്റെ നന്മയുടെ കിതാബിൽ രേഖപ്പെടുത്തും. നാഥ, ഞാനിനി എന്തു ചെയ്യണം? നാഥൻ പറഞ്ഞു, തിന്മകൾ നിർത്തൂ, ഞാൻ എല്ലാം പുറത്തു തരാം. നാഥ, ഞാനിതാ വരുന്നു നിന്നിലേക്ക്. നാഥൻ പറഞ്ഞു, ഓടി വന്നോളൂ അതിവേഗത്തിൽ. നിരാശ വേണ്ട, ആരൊക്കെ നിന്നെ കൈവിട്ടാലും ഞാൻ കൈവിടില്ല.